കൊലയാളി കാട്ടാനയ്ക്ക് പിന്നാലെ വയനാട് പടമലയിൽ ഭീതി പരത്തി കടുവയും. റോഡിന് കുറുകെ ചാടിയെത്തിയ കടുവയുടെ മുന്നിൽ നിന്നും പ്രദേശവാസിയായ സ്ത്രീ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മേഖലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 6:45 പടമലപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോവുകയായിരുന്ന പ്രദേശവാസി വെണ്ണാമറ്റത്തിൽ ലിസിയാണ് കടുവയുടെ മുന്നിലകപ്പെട്ടത്. തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതിനെ തുടർന്നാണ് ഇവർ കടുവയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. റോട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോഡിന്റെ സൈഡ് താഴെ വശത്തുനിന്ന് എന്തോ ഇരയ്ക്കുന്ന ഒരു ഒച്ച കേട്ടു. നേരെ വീട്ടിലെ ആളെ വിളിച്ചു, ആന വരുന്നുണ്ടെന്നും പറഞ്ഞ്. വേലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കരച്ചിലോടെ കരച്ച് എന്റെ പുറകെ എത്തി സാധനം. അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കാലിടറി വീണ പോലെയായി. ഇങ്ങനെ പറമ്പിലോട്ട് മറിഞ്ഞു. ഞാനങ്ങ് മറിയുമല്ല, ഇത് നേരെ കയറി ഒരൊറ്റ പോക്കായി പോയി. സ്ഥലത്തെത്തിയ 4 അംഗ വനപാലക സംഘം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി തിരച്ചിൽ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിന് സമീപത്തായാണ് രാവിലെ കടുവയെത്തിയത്. അതിനിടെ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. ൂറുകളോളം പാൽവെളിച്ചം കുറുവാദ്വീപ് റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. വനത്തിലും മൃഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യമില്ലെങ്കിൽ പെരുകുന്ന സമീപത്ത് കടുവയുണ്ടെന്ന് വനംവകുപ്പിന് അതിനിടെ വിവരം ലഭിച്ചു. പിടികൊടുക്കാതെ ബേലൂർ മഖല കാട്ടിൽ വിലസുന്നതിനിടയിലാണ് നാട്ടിലേക്ക് കടുവയും എത്തിയത്. ആനയെ എന്ന ആശങ്കയ്ക്കിടയിൽ കടുവയും വലിയൊരു ഭീതിയായി പടമല നിവാസികൾക്ക്.